തല്ലിപ്പൊളി എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാലം പണി അത്രയും ഈ ദുരിതം എല്ലാവർക്കും. നല്ല കാശാ ടോൾ കൊടുക്കണം. ടോളിന് ബുദ്ധിമുട്ടില്ല. ടോൾ എക്സ്ട്രാ പോലെ കയ്യിൽ നിന്ന് കാശ് മുടക്കി കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെയാണ് പാലിയേക്കര ടോൾ പ്ലാസയുടെ സ്ഥിതി. വൻ തുക മുടക്കി വാഹനങ്ങൾ നിരത്തിലിറക്കിയവർക്ക് കിട്ടുന്നത് തീരാ ദുരിതം. റോഡാകെ കുണ്ടും കുഴിയും, വാഹനങ്ങൾക്ക് കേടുപാട്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക്. കയ്യിൽ നിന്നും കാശ് മുടക്കി ഇത്രയും വലിയ ദുരിതം പേറാൻ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത്? ഒരു രക്ഷയില്ല. കൊടുക്കുന്ന ടോളിന് വില ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. കുഴിയും തൂണ്ടൊക്കെ ഉണ്ടോ? എന്താ സ്ഥിതി? ഇല്ല, ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. വരണ വഴി എങ്ങനെയായിരുന്നു? അതിനെ കുറച്ച് മോശം. ചേട്ടാ എങ്ങനെയുണ്ട്? റോഡ് എങ്ങനെയുണ്ട്? റോഡാകെ മോശം. വളരെ മോശം. എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ? എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കാനും വളരെ ബുദ്ധിമുട്ട്. വണ്ടിയുടെ സ്പെയറൊക്കെ തീർന്നു പോകും. ടയറൊക്കെ നല്ല തേമാനം തന്നെയാണ്. 720 കോടിയിലധികം രൂപ ചെലവിട്ടാണ് പാലിയേക്കര ടോൾ പ്ലാസ റോഡ് നിർമ്മാണം നടത്തിയത്. 1500 കോടിയിലധികം രൂപ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പിരിച്ചെടുത്ത് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ. എന്നിട്ടും ഇവിടെ ടോൾ പിരിവ് നിർബാധം തുടരുന്നു. പൊതുജനത്തിന്റെ കീശ കൈയിട്ട് വാരുകയാണ് ടോൾ പ്ലാസ. എന്താ സ്ഥിതി? റോഡിന്റെ സ്ഥിതി കോടതി പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും ഒന്നും ശരിയാവണില്ല. 2 ദിവസം നല്ല രീതിയിൽ കടന്നതാ. ഇപ്പോൾ മഴ പെയ്തു, വീണ്ടും കണ്ടില്ലേ ബ്ലോക്ക് കണ്ടില്ലേ? ഇതിന്റെ സ്ഥിതി പണി കഴിഞ്ഞാൽ മാത്രമേ തീരുള്ളൂ. പണി കഴിയുമോ? പണി കഴിയുമെന്ന് വിചാരിക്കാം. എല്ലായിടത്തും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയല്ലേ, തീരോ നമുക്കറിയില്ല. തമ്പുരാൻ അറിയാമെന്നാണ് ഓരോരുത്തർ പറയുന്നത്. ചോദിക്കുമ്പോൾ അറിയില്ല. അങ്ങനെയായാലും ഇതിന്റെ അവസ്ഥ വളരെ ദുസ്സഹനീയമാണ്. ടോള് തുടങ്ങി ടോള് നിർത്തി ഒന്നും കാര്യമില്ല. തല്ലിപ്പൊളി എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാലം പണി അത്രയും ഈ ദുരിതം എല്ലാവർക്കും. നല്ല കാശാ ടോൾ കൊടുക്കണം. ടോളിന് ബുദ്ധിമുട്ടില്ല. ടോൾ എക്സ്ട്രാ പോലെ എങ്ങനെയുണ്ട് ബ്രോ റോഡ്? വളരെ നല്ലത്. എന്താ സ്ഥിതി? റോഡിലെ സ്ഥിതി എന്താ? മോശമാണ്. ടോളൊക്കെ കൊടുക്കണ്ടല്ലോ, വൻ തുകയാ ടോൾ കൊടുക്കുന്നത്. അതെ അതെ അതെ. അതിനുള്ള ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല ഒരിക്കലും. വണ്ടിയുടെ ഒക്കെ അവസ്ഥ എന്താ റൈഡ് ചെയ്യുമ്പോ? വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ, ഈ റോഡ് ഇങ്ങനെ ഇങ്ങനത്തെ നിരത്താണെങ്കിൽ എന്തായാലും വണ്ടി നശിച്ചുകൊണ്ടിരിക്കണല്ലോ. ബ്ലോക്കും ഉണ്ട് അല്ലേ? അതെ, ബ്ലോക്കും സമയവും. ഹൈക്കോടതി ഇടപെട്ടതോടെ 73 ദിവസമാണ് ഇവിടെ ടോൾ പിരിവ് നിർത്തിവെച്ചത്. ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കോടതിയിലെത്തി. പക്ഷേ കോടതി അനുവദിച്ചില്ല. ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഉപാധിയോടെ അംഗീകരിച്ചത്. എന്നിട്ടും കാര്യങ്ങൾ ഇവിടെ പഴയപടി. ചേട്ടാ റോഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, ബെസ്റ്റ്. ടോള് കൊടുത്തിട്ട് ഇതേപോലെ കാണിച്ചു വെച്ചാൽ ആരെങ്കിലും പോകാൻ പറ്റുമോ ചങ്ങാതി? ഇവരെന്താ ചെയ്യണേ? എന്താണ് ഇതൊക്കെ? എത്ര വർഷം മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നറിയോ? എല്ലാവർക്കും വലിയ കഷ്ടത്തിലും ബുദ്ധിമുട്ടുകളും ആക്കി നടത്താൻ. ഇവിടെ തന്നെ എത്ര ആക്സിഡന്റ് നടന്നു? ഈ 2 ആഴ്ച കൊണ്ട് എത്ര മരണം സംഭവിച്ചു? എത്ര പേര് ആശുപത്രിയിൽ കിടക്കുന്നു? ഇതൊന്നും ആരും കാണുന്നില്ല. സഹിക്കുക നിർത്തിയില്ലല്ലോ. ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടയ്ക്ക് ഇതിലെ വന്നു പോകുമ്പോൾ തന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെ ഇത്ര ടൈമിന് വില കൽപ്പിച്ചിട്ട് വരുന്നതാണ്. എയർപോർട്ട് പോകാനൊക്കെ ഈ വഴി പോയാൽ കുടുങ്ങി. അതായത് 10-15 ദിവസത്തേക്ക് ലീവിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് തൃശ്ശൂർ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു 3 മണിക്കൂർ കൂടെ പോകും. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുത്തണം, ജനത്തിനെ കഷ്ടപ്പെടുത്താണ്. ബ്ലോക്ക് കാണുന്നില്ല. ഇപ്പോൾ എത്ര കിലോമീറ്റർ തന്നെ ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ പുതുക്കാട് തൊട്ട് അമ്പലൂർ വരെ ടോൾ വരെ ബ്ലോക്ക് തന്നെയാണ്. ഇനി ഞാനായിട്ട് ബ്ലോക്ക് ആക്കുന്നില്ല. പോട്ടെ. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ റൂട്ടിലേക്കുള്ള ഗതാഗത കുരുക്കാണ് ഈ കാണുന്നത്. മുരിങ്ങൂരിലും ചാലക്കുടിയിലും അടിപ്പാത നിർമ്മാണം മന്ദഗതിയിലാണ്. റോഡിലാകെ കുഴികൾ. ഇത് തന്നെയാണ് ഈ ഗതാഗത കുരുക്കിനും കാരണം. റോഡ് എങ്ങനെയുണ്ട്? നല്ല ബ്ലോക്കാ. ഇങ്ങനെ പോയ പണിയാവോ? മണിക്കൂറുകൾ എടുക്കണോ? കുടുങ്ങിയോ? പിന്നെ കുറെ നേരം ഒരുപാട് നേരമായി നല്ല തുക ടോൾ കൊടുക്കുന്നുണ്ട്. നല്ല തുക ടോൾ കൊടുക്കുന്നുണ്ട്. ടോളും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ ഒരു കാര്യമില്ല. എത്ര നേരം വളരെ ലോങ് ദൂരെയാണ്. വളരെ ദുസ്സഹനീയമായ യാത്രയാണിത്. അതെ, ഒരു രക്ഷയില്ല. ടോള് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഹർജിക്കാർ പരിശോധിച്ചു വരികയാണ്. എന്തായാലും സുരക്ഷിതമായ നല്ല റോഡ് ഓരോ പൗരന്റെയും അവകാശമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പാലിയേക്കരയിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.